ഈ പെണ്ണുങ്ങളോടൊക്കെ ഒന്നുണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടി പറഞ്ഞിട്ട് നമ്മൾ ചോദിക്കുകയാണ്, 100% ഇസ്ലാമിന്റെ വേഷം ധരിച്ചോൽ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും ഞങ്ങൾ എല്ലാവരും ഇസ്ലാമിന്റെ വേഷം ധരിച്ച്. എന്നാ ഇസ്ലാമിന്റെ വേഷത്തിന്റെ 3 അടയാളം ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് പെൺകുട്ടികളുള്ളവരെ, ഉമ്മമാരെ, നിങ്ങൾ ധരിച്ചത് നിങ്ങളുടെ ജീവനും നിങ്ങളുടെ സ്ത്രീത്വത്തിനും സുരക്ഷിതമുള്ള ഇസ്ലാമിക വസ്ത്രമാണോ നിങ്ങൾ പറയൂ. ഒന്ന്, ദേഹത്തിന്റെ ഒരവയവവും രൂപത്തോടെ കാണാൻ പറ്റൂല. കുപ്പായ കൈയിട്ടാൽ അത് കയ്യാന്ന് കയ്യാണെന്ന് വ്യക്തമാകും. കയ്യിന്റെ വണ്ണവും കയ്യിന്റെ ആകാരവും തെളിയുന്ന കുപ്പായ കൈയല്ല പറ്റുക. ശരീരത്തിന്റെ ഒരാകാരവും വസ്ത്രം കൊണ്ട് പ്രകടമാകാൻ പറ്റൂല. അങ്ങനെ ഒട്ടിച്ചേരാൻ പറ്റൂല. ഒന്ന്, ഷെയ്പ്പാക്കാൻ പറ്റൂല. രണ്ടാമത്തത്, പൂർണ്ണത വേണമെന്നാണ്. ഫുൾ കൈ ഉണ്ടോ വെച്ചാൽ ഉണ്ട് എന്നല്ല, കഴുത്ത് മറഞ്ഞു എന്നല്ല. അടിക്ക് തൂങ്ങി നിൽക്കുന്നത് മറഞ്ഞിട്ടുണ്ടോ? പർദ്ദയും ചുരിദാറൊക്കെ ഇല്ല. സഹോദരങ്ങളെ, എന്ത് ഗുണമാണുള്ളത്? ഞാൻ ചോദിക്കലുണ്ട്, ഈ ചുരിദാറിന്റെ ടോപ്പ് 2 സൈഡും ചെസ്റ്റ് വരെ പൊളിച്ചു വെക്കുന്നതിന്റെ പിന്നിലുള്ള ഇതെന്താണ് സഹോദരങ്ങളെ? ഒരു പിശാചിന്റെ ഡിസൈനിങ് എന്നല്ല അപ്പുറം അതിൽ യാതൊരു യുക്തിയും നമ്മൾ ആരും കണ്ടില്ല. വസ്ത്രം ധരിക്കുന്നവർക്കൊരു യുക്തി, എവിടെങ്കിലും ഒന്ന് ഇരുന്നാൽ, എവിടെങ്കിലും ഒന്ന് നടന്നാൽ, മോട്ടോർ ബൈക്കിന്റെ പിന്നിലിരുന്നാൽ, സഹോദരങ്ങളെ ഒന്ന് വേഗത്തിൽ നടന്നാൽ, ഒന്ന് കാറ്റടിച്ചാൽ അവനവന്റെ നഗ്നത മറ്റുള്ളവർക്ക് കാണാനൊരവസരം. വേറെന്ത് യുക്തിയാണുള്ളത്? അതൊക്കെ നല്ല പള്ളിയിൽ പോണ, ദീൻ ഉൾക്കൊണ്ടു എന്ന് പറയണ, ഇസ്ലാമിന്റെ ധരിച്ചില്ലെങ്കിൽ സ്വർഗത്തിന്റെ വാസനയില്ലെന്ന് എത്രയോ കർണപുടങ്ങളിൽ ആവർത്തിച്ച് കേട്ടവർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ? എന്തുകൊണ്ടാണ് നിങ്ങൾ പറയൂ? എന്റെ കുട്ടി മുഴുവൻ കുട്ടികളും അങ്ങനെ ഇറങ്ങിയാലും എന്റെ വീട്ടിലത്തെ കുട്ടികളെ നിങ്ങൾക്ക് വേറെ അറിയാൻ പറ്റും. അതെങ്ങനെ? ഓളെ ചുരിദാറിന്റെ ടോപ്പ് പൊളിച്ചിട്ടുണ്ടാവില്ല. അമ്മമാർക്ക് അടയാളം പറഞ്ഞു കൊടുക്കാൻ പറ്റും. എന്റെ കുട്ടി പോരുന്ന നിങ്ങൾ കണ്ടോ? എന്റെ കുട്ടീനെ എങ്ങനെ എനിക്ക് മനസ്സിലാവുക? ഓളെ ടോപ്പ് പൊളിച്ചിട്ടുണ്ടാവില്ല, ബാക്കിയുള്ളവരതൊക്കെ പൊളിച്ചിട്ടുണ്ടാവും. സഹോദരങ്ങളെ, അത്ര അപൂർവമാണ് ആ കാഴ്ച, അത്ര അപൂർവം. മൂന്നാമത്തെ എന്തേ പറഞ്ഞു? സുതാര്യമാവുക. എങ്ങനെ സുതാര്യത? ഉള്ളത്തെ വസ്ത്രങ്ങൾ കാണുന്ന രൂപത്തിലുള്ള മേൽവസ്ത്രങ്ങൾ. ഇങ്ങനെ അല്ല എന്ന് പറയാൻ പറ്റുമോ സഹോദരിമാരെ? നിങ്ങൾക്കറിയുമോ, സ്വർഗത്തിന്റെ ഒരല്പ സുഗന്ധം ഈ ഭൂമിയിലേക്ക് വമിച്ചാൽ ഈ ഭൂമി മുഴുവനും സുഗന്ധപൂരിതമാകും. ആ സ്വർഗം നിറഞ്ഞു കത്തുന്ന സ്വർഗത്തിന്റെ പരിമളം സ്വർഗത്തിന്റെ അടുത്തുപോലും നിന്ന് ആസ്വദിക്കാൻ പറ്റാത്തവൾ വേഷം സ്വീകരിക്കാത്തവളാണ്. എന്നാൽ വേഷം സ്വീകരിച്ചവൾക്കോ, നമസ്കാരക്കാരനെ നമസ്കരിക്കുന്നവൻ നമസ്കാരം എന്ന സ്വലാത്ത് എന്ന കവാടത്തിലൂടെ ബാബു സ്വലാത്തിലൂടെ വിളിക്കുമ്പോൾ, ദാനധർമ്മം കൊടുത്തവനെ ബാബു സ്വതക്കയിലൂടെ സ്വർഗത്തിലേക്ക് വിളിക്കുമ്പോൾ, നോമ്പ് നോറ്റവരെ ബാബു റയ്യാനിലൂടെ സ്വർഗത്തിലേക്ക് വിളിക്കുമ്പോൾ, സഹോദരങ്ങളെ ഭർത്താവിനെ അനുസരിച്ച ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിച്ച നഗ്നത മറച്ച സ്ത്രീയെ ഐ ബാബിൻ ശിരിത്തി, നിനക്കിഷ്ടമുള്ള വാതിലിലൂടെ കടന്നു പോകൂ എന്ന് ആ സ്ത്രീയോട് പറയും. സഹോദരങ്ങളെ, നല്ല പണിയാണ്. ഞാൻ എന്തിനത് പറഞ്ഞു വരും? സഹോദരിമാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോട് വിശുദ്ധിയെക്കുറിച്ച് പറയാൻ, സദാചാരത്തെക്കുറിച്ച് പറയാൻ അർഹത കിട്ടണമെങ്കിൽ എന്തുവാണെന്നറിയെങ്കിൽ നിങ്ങൾ മാന്യമായ വേഷം ധരിക്കണം. അപ്പോഴേ പറ്റുള്ളൂ സഹോദരൻ, അപ്പോഴേ പറ്റൂ. മനസ്സിലായില്ലേ? റിമോട്ടും കയ്യിലെടുത്ത് വൃത്തികെട്ട സിനിമയും കണ്ടുകൊണ്ടിരിക്കുന്ന വാപ്പക്ക് മക്കളോട് എന്തെങ്കിലും പറയാൻ പറ്റുമോ സഹോദരങ്ങളെ? ഒന്നും പറയാൻ പറ്റില്ല. കുട്ടികളുടെ കണ്ണിന്റെ ആ മൂർച്ച വല്ലാത്ത മൂർച്ചയാണ്. എത്ര വട്ടം കുട്ടികൾ ചോദിച്ചു നമ്മളോട്, അപ്പൊ ഉമ്മാക്ക് വേണ്ടത് എത്ര വട്ടം കുട്ടികൾ തിരിച്ചു ചോദിച്ചതാണ് സഹോദരങ്ങളെ ആ ചോദ്യം നമ്മളോട് ചോദിക്കാതിരിക്കണം. മാതൃകാപരമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് പറ്റിയാൽ പറ്റും.